മരണം നമുക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ആ മരിക്കുമ്പോൾ നമ്മുടെ ചരണകോളത്തിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ടാകും ഇപ്പം കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് നമ്മൾ അപ്പുറത്തേക്ക് നോക്കി കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ക്ലാരിറ്റി വരും ഇന്ന് ഈ വർഷം 2026 നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. Hi all, welcome to Aluran's channel. We are searching for the human lovers in our channel, and today I got a very prominent figure in the business world in Qatar. He created not only with his money or background or whatever it may be, he created the empire with his love, affection, and of course, as a businessman, the plan. The strategy is what he keeps. ഇസ് അമ്യൂസിങ് ആക്ച്വലി. നമുക്ക് വളരെയധികം നമ്മൾ MBAക്ക് പോലും പഠിക്കാത്ത സ്ട്രാറ്റജീസ് ആണ് ചിലപ്പോൾ മിസ്റ്റർ അലി ഹസൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. അലി ഇസ് ദ MD ഓഫ് പ്രൊഫഷണൽ ഗ്രൂപ്പ്. ആൻഡ് അലി എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ആക്ച്വലി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം അലി ഫസ്റ്റ് ആക്ച്വലി. വെൽക്കം അലി ടു മൈ ചാനൽ. And Ali is the managing director of professional group, and he created this particular empire within a no time. We can say that actually as an expatriate, നമ്മൾ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് നമ്മളൊരു എംപയർ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സെറ്റപ്പിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. ബിക്കോസ് നമ്മളുടെ ഒരു സിനാരിയോ അല്ല, നമ്മുടെ ഇന്ത്യയിലെ സിനാരിയോ അല്ല ഇവിടെ ഉള്ളത്. ഇറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് വൺ. ആൻഡ് യു ആർ പെർട്ടിക്കുലർലി യു ആർ ക്രിയേറ്റിംഗ് ബിസിനസ് പീപ്പിൾ. ദാറ്റ് ഈസ് വാട്ട് ഈസ് യുവർ മോട്ടോ ആൻഡ് തിങ് വാട്ട് യു ആർ doing. Ali, ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ബിക്കോസ് ഐ നോ വെരി വെൽ അബൌട്ട് യു ആൻഡ് ഹൗ യു കെയിം ഔട്ട് ആൻഡ് ഹൗ യു ബിക്കം ദ ബിസിനസ് മാഗ്നറ്റ് ഇൻ ഖത്തർ ആൻഡ് ഓൾ. ബട്ട് അഗൈൻ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വളരെ ചെറുതായിട്ട് ഒരു നിങ്ങളുടെ ബിസിനസ് ജേർണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? താങ്ക് യു രാജേഷ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് നിങ്ങളെ കൂടെ ചാനലിൽ വരാൻ പറ്റിയതിൽ. ചുരുക്കി പറയാന്നുള്ളത് ശ്രമകരാണ്, എന്നാലും പറയാം. എല്ലാവരും നമ്മൾ പഠനം കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം പുറത്തേക്ക് ഓപ്പർച്യൂണിറ്റി നോക്കി പോകാറാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ മലബാറിൽ പ്രത്യേകിച്ചും ഗൾഫിലോട്ട്. അപ്പോൾ ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ സമയത്ത് പിന്നെ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി നോക്കുമ്പോഴാണ് ഖത്തറിന് ഫുട്ബോൾ 2022 വേൾഡ് കപ്പിന് ബിഡ് കിട്ടിയെന്ന് അറിയുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ഖത്തറാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ഡിസൈഡ് ചെയ്തു. പിന്നെ വരുന്ന പോലെ തന്നെ ജോബ് അന്വേഷിച്ച് വിസിറ്റ് വിസയിൽ വന്നു. ഒരു 15 ദിവസം ജോബ് ഹണ്ടിങ് ആയിരുന്നു. ഫസ്റ്റ് ജോബ് കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു ടൈപ്പിസ്റ്റ് ആയിട്ടാണ്. എൻ്റെ അറബിക് കോളേജ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അറബിക് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ടൈപ്പിസ്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്തത് 2011. പിന്നെ 2 വർഷം അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബിസിനസ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതിലെൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ പിതാവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ എൻ്റെ പിതാവ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഓഫീസിൽ. അതായത് പിതാവ് എപ്പോഴും പറയും, നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ജോലിക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് യു ആർ ആൻ ഓൺട്രപ്രൂണർ, നിങ്ങൾക്ക് ഒരുപാട് കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് പലപ്പോഴും നമ്മുടെ സംസാരത്തിലൊക്കെ അദ്ദേഹം ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ജോലിക്ക് കയറുമ്പോൾ തന്നെ ഞാൻ അവിടെ ബിസിനസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നതും അവരുടെ കൂടെ ജോയിൻ ചെയ്തതും. അപ്പോൾ ആദ്യം ആ ഒരു കമ്പനിയെ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ഡെയിലി കളക്ഷൻ വാസ് ലെസ് ദാൻ 100 റിയാൽ. അത് പുതിയൊരു കമ്പനിയായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു തുടക്കത്തിലുള്ള ഒരു പ്രീ സ്കൂൾ പോലെയാണ്. ഞാൻ അവിടെ നിന്നാണ് എല്ലാം പഠിച്ചത്. അപ്പോൾ ആദ്യം അവരുടെ കൂടെ വളരാൻ ശ്രമിച്ചു. 2 വർഷം കൊണ്ട് ആ കമ്പനിക്ക് പ്രോപ്പർ സിസ്റ്റം കൊടുത്തു, നല്ല ടീമിനെ ഉണ്ടാക്കി കൊടുത്തു. അവിടുന്ന് ഞാൻ എല്ലാ സർവീസും പഠിച്ചു. പിന്നെ ഓഫ് കോഴ്സ് അവിടെ എൻ്റെ മൈൻഡ് സെറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. ഇന്നത്തെ പോലെ ആവരുത് ഒരിക്കലും, ഇന്നലത്തെ പോലെ ആവരുത് ഇന്ന് എന്ന് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു ചാൻസ് അവിടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് എക്സിറ്റ് ആവാൻ തീരുമാനിച്ചു. ഇപ്പോൾ 2 വർഷം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തു. പിന്നെ അവിടെ വളരാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഓണറോട് സംസാരിക്കുകയും അവിടുന്ന് എക്സിറ്റ് വാങ്ങുകയും പിന്നീട് ഈ ഒരു മേഖലയെ, അന്ന് PR സർവീസ് എന്ന് പറയുന്നത് ഖത്തറിൽ പിന്നെ അറബിക്ക് സംസാരിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ അറബിക്ക് എഴുതാനും വായിക്കാനും അറിയുന്ന ആളുകൾ കൈവച്ചിരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇത് അൺപ്രൊഫഷണലായിട്ട് പോയിരുന്നൊരു മേഖലയാണ്. കാരണം പലപ്പോഴും ഒരു ഫോണിൽ അവൈലബിൾ ആവില്ല, വേണ്ടത്ര പ്രൊഡക്റ്റ് നോളജ്, സർവീസ് നോളജ് ഉണ്ടാവില്ല, പിന്നെ പറഞ്ഞ സമയത്തിനുള്ളിൽ വർക്ക് ചെയ്ത് കൊടുക്കില്ല. ഇങ്ങനത്തെ ഒരുപാട്
പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയാണ് നമുക്ക് എപ്പോഴും ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് പരിചയമുള്ള മേഖലയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതന്നെയാണ് എൻ്റെ മേഖല എന്ന് മനസ്സിലാക്കി ഇത് തുടങ്ങാമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തു. അതുകൊണ്ടാണ് എൻ്റെ കമ്പനിയുടെ പേര് ഞാൻ പ്രൊഫഷണൽ എന്നുള്ള പേരിട്ടത്. ഇന്ന് 10 വർഷം കൊണ്ട് ഖത്തറിൽ 4 PRO ബ്രാഞ്ചുകളുണ്ട്. അതുപോലെ തന്നെ 100+ ആളുകൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. 10 വർഷം കൊണ്ട് നമ്മൾ 4000-ലധികം കമ്പനികൾ ഖത്തറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളെ ഓണ്ടർപ്രണേഴ്സ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ നമ്മുടെ പ്രൊഫഷണൽ ബിസിനസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ 12-ലേറെ സ്ഥാപനങ്ങളും 100-ലേറെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഖത്തർ, ഇന്ത്യ, UAE, ഗാന, ആഫ്രിക്കയിലെ ഗാന, ഇങ്ങനെ 4 രാജ്യങ്ങളിൽ നമ്മുടെ പ്രസൻസ് ഉണ്ട്. ഇതാണ് ചെറിയതായിട്ടുള്ള ജേണി. ദാറ്റ്സ് എ വണ്ടർഫുൾ ജേണി. ഐ വുഡ് ലൈക്ക് ടു, എന്താ പറയുക, നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു ജേണിയാണ് എന്തായാലും. ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു. എനിക്ക് ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എൻ്റെ അടുത്ത്, ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഐ വാസ് ഫേസിങ് ലോട്ട് മെനി പ്രോബ്ലംസ്. ആക്ച്വലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത് പോയി. പിന്നെ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഈ പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക് ആ കമ്പനി എത്തിക്കഴിഞ്ഞ സമയത്ത് എനിക്ക് പുറത്തു പോകണമെന്നൊരു ആഗ്രഹമില്ല, എനിക്ക് വളരണമെന്നൊരു ആഗ്രഹമില്ല. ഐ ഡോണ്ട് ഹാവ് ദാറ്റ് പെർട്ടിക്കുലർ മൈൻഡ് സെറ്റ്. അപ്പോൾ ഓൺ ദ ഗോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആ കമ്പനിയുടെ ഓണർ, ഹി വാസ് മൈ പാർട്ട്ണർ ഏർലിയർ. അത് കഴിഞ്ഞിട്ട് പാർട്ട്ണർഷിപ്പ് പോയതിന് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ആസ് എ മാനേജർ. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, രാജേഷ്, യു ഡോണ്ട് ബി ഹിയർ, നീ ഇവിടെ നിൽക്കരുത്, ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ഫോർ യു. ആ ഒരൊറ്റ വാക്ക് അല്ലെങ്കിൽ ഒരു വാചകമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഖത്തറിലെത്തിച്ച നോട്ട് ഓൺലി ഖത്തർ, ഞാൻ വന്ന് UAE-ലാണ്. ഫസ്റ്റ് UAE-ലാണ്. എനിക്ക് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി, പ്രകാശ് എഡിങ് കമ്പനിയുടെ 2 പ്രാവശ്യം ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് ഞാൻ പോകാതിരുന്ന മനുഷ്യനാണ്. ഇദ്ദേഹം പറഞ്ഞു, നീ പോ. എന്നിട്ട് മുംബൈയിൽ പോകുന്നു, ഇത് ചെയ്യുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, ഞാൻ നേരെ UAE-ലേക്ക് വരുന്നു. അപ്പോൾ ഇതിൽ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്ക് ഇന്റേണലി വരേണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും. അല്ലേ? ഞാൻ അലീന നോക്കുന്ന സമയത്ത് ആക്ച്വലി നിങ്ങൾ ഫാമിലി ആയിട്ട്, ഈ പറഞ്ഞ പോലെ ഫാമിലി ബിസിനസ് ഓറിയൻറ്റഡ് ആണ്, ബിസിനസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈസ് യുവർ മോട്ടിവേറ്റർ ഓർ ഈസ് യുവർ ഗൈഡ് ഓർ ഗോഡ്, വാട്ട് എവർ നമുക്ക് പറയാൻ കഴിയും. ഒപ്പം ഉമ്മയാണ് എല്ലാ പ്രോഗ്രാംസും ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളുടെ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ റീസെൻ്റ്ലി മറ്റേ യൂട്യൂബിലല്ലോ, നമ്മുടെ ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഉമ്മ കട്ട് ചെയ്യുന്നത്. ആൻഡ് യു റൈറ്റ് എ വെരി ഗുഡ് സ്റ്റോറി അബൌട്ട് ദാറ്റ് ആക്ച്വലി. അപ്പം ഇത് ശരിക്ക് ഈ ഫാമിലിയും അതുപോലെ തന്നെ ഈ സ്നേഹവും, ദാറ്റ് ഈസ് വാട്ട് ഞാൻ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞത്. നിങ്ങൾ പൈസ കൊണ്ടല്ല ഈ ഉണ്ടാക്കി, യു വിത്ത് യുവർ ലവ്. എങ്ങനെയാണ് ബിസിനസ്സും ഈ ഒരു സ്നേഹവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത്? ഓക്കെ, എല്ലാ ബിസിനസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബിസിനസ്സും തുടങ്ങുന്നത് ഓരോ ബന്ധങ്ങളിലൂടെയാണ്, റിലേഷൻഷിപ്പിലൂടെയാണ്. ആ റിലേഷൻഷിപ്പിൻ്റെ മെയിൻ ഫ്യൂവൽ എന്ന് പറയുന്നത് സ്നേഹമാണ്. ഓക്കെ, നമുക്ക് കൊടുത്താൽ ഇരട്ടിയായിട്ട് തിരിച്ച് കിട്ടുന്നതും സ്നേഹമാണ്. അത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് വളരെ സിൻസിയറായിട്ടാണ്, ഒന്നും പ്രതീക്ഷിക്കാതെ. ദാറ്റ് മീൻസ് അൺകണ്ടീഷണൽ ലവ്. നമ്മൾ അൺകണ്ടീഷണൽ ലവ് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചിങ്ങോട്ടും എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഏതൊരു ബിസിനസ് സ്നേഹം കൊണ്ട് കെട്ടിപ്പടുത്ത ബിസിനസ് ഒരിക്കലും എന്താവില്ല, ബന്ധങ്ങളും സ്നേഹം കൊണ്ട് കെട്ടിപ്പടുത്ത ഏത് ബന്ധങ്ങളും എന്ത് ചെയ്യില്ല, തകരില്ല. അതുപോലെ തന്നെയാണ് ബിസിനസ്സും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളെ കൂടെ ഉള്ള, ഇപ്പം ഞാൻ തുടങ്ങുന്ന സമയത്തുള്ള ആളുകളൊക്കെ, ഈവൻ എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റ് സ്റ്റിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എൻ്റെ എപ്പോഴും ഞങ്ങളുടെ ക്ലയൻ്റാണ്. അതുപോലെ തന്നെ എൻ്റെ ഖത്തർ സ്പോൺസർ, ഞാൻ തുടങ്ങുമ്പോഴുള്ള സ്പോൺസർ സ്റ്റിൽ ഇപ്പോൾ 13 വർഷമായി എൻ്റെ സ്പോൺസറാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ GM ആയിട്ടുള്ള ആൾ നിസാം എന്ന് പറയുന്ന ആൾ എൻ്റെ കൂടെ 10 വർഷമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ കൂടുതൽ സ്നേഹം കൊണ്ട് സ്ഥാപിക്കപ്പെട്ടത് കൊണ്ട് തന്നെ പിന്നെ വാട്ടിക്കോൾ നേരത്തെ പറഞ്ഞ പോലെ അത് പെട്ടെന്ന് ഡെമോളിഷ് ചെയ്യാനോ പെട്ടെന്ന് ഡെസ്ട്രോയ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പം നമ്മൾ എന്ത് തുടങ്ങാമെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകളെ, ക്ലയൻ്റ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ സ്നേഹിച്ച് കച്ചവടം ചെയ്യാന്നുണ്ടെങ്കിൽ അവർ തിരിച്ചും നമ്മളെ സ്നേഹിക്കും. അതിൻ്റെ കൂടെ ബൈ പ്രൊഡക്റ്റായിട്ട് ഫെയിമും പ്രശസ്തിയും പണവും പ്രോഫിറ്റും ഒക്കെ അതിൻ്റെ കൂടെ വന്നോളും. They will bring more customers. Okay. Yeah, actually they are working for us as our ambassadors actually. Yeah, that's a great note actually. Relationships, it's very important. Not only relationships, networking is also very important. Yes, പക്ഷേ ഒരു നമുക്ക് നോ പറയേണ്ട സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനൊരു സിനാരിയോയിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ
നോ പറയേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നോ പറയും പലപ്പോഴും നമുക്ക് പ്രത്യേകിച്ചും തുടക്കത്തിലൊക്കെ ബിസിനസ്സിൽ വരുന്ന സമയത്ത് നോ പറയാന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് തന്നെയാണ്. നമുക്ക് അറിയൂല എവിടെയാണ് നോ പറയേണ്ടതുള്ളത്. അപ്പോൾ ഈ നോ പറയാത്തത് കാരണത്താൽ പലപ്പോഴും നമുക്ക് അതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പണമായിരിക്കും, ഒരുപാട് സമയമായിരിക്കും. പിന്നെ ഗ്രാജ്വലി നമ്മളൊരു സ്റ്റേജ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കും. അപ്പം നോ പറയേണ്ട സമയത്ത് നോ തന്നെ പറയണം. ആ പറയുന്ന സമയത്ത് ചെറിയൊരു പെയിൻ ഉണ്ടാവുള്ളൂ, പിന്നെ ആഫ്റ്റർ ദാറ്റ് അത് ശരിയാവും. ബട്ട് നോ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ എന്താണ്, ലൈഫ് ലോങ് നമുക്ക് ചിലപ്പോൾ വലിയ ലോസുകൾ ഉണ്ടാവും. അത് ചിലപ്പോൾ നല്ല റിലേഷൻഷിപ്പൊക്കെ നമുക്ക് അങ്ങനെ ലൂസ് ചെയ്യാം പല കാരണങ്ങളാലോ. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ പുറത്താണ് ഇത് കെട്ടിപ്പടുത്തതല്ലോ, ഈ ചിലപ്പോഴൊക്കെ വല്ലാതെ അറ്റാച്ച്ഡ് ആയി പോകും നമ്മൾ. അപ്പോൾ ഈ നോ പറയുന്ന സമയത്ത് അത് അടുത്ത വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഒരു ഹെസിറ്റേഷൻ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അലി ഓവർകം ചെയ്യുന്നത്? ദാറ്റ് ആക്ച്വലി എങ്ങനെ സ്വീറ്റ് വോയിസിൽ പറയുമോ, അതോ ഈ നോ എന്ന് പറയുന്നത് അറ്റ് ഫേസിൽ നോ പറയാതെ എങ്ങനെയാണ് അത് ഒന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്ത് പറയുന്നത്? അതിൽ നമ്മൾ ഡയറക്റ്റ് നോ പറയുന്നതിനേക്കാളും നല്ലത് അവരെ കൊണ്ട് നോ പറയിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യം എത്തിച്ചാൽ മതി. അതായത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിൻ്റെ റീസൺസ് പറഞ്ഞിട്ട് നമ്മളെ സാഹചര്യങ്ങൾ അവർക്ക് നമ്മൾ ഓപ്പോസിറ്റുള്ള ആളെ അവരുടെ കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് പിന്നെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അപ്പോൾ പിന്നെ അവരെന്നെ എന്ത് പറഞ്ഞോളും, ഓക്കെ നോ എന്ന് പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് നോ പറയേണ്ട ആവശ്യമില്ല, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ആക്ച്വലി നമ്മൾ കൃത്യമായിട്ട് ഈ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ബിസിനസ് ആണെങ്കിലും നമ്മുടെ എംപ്ലോയീസ് ആണെങ്കിലും നമ്മുടെ പാർട്ട്നേഴ്സ് ആണെങ്കിലും, യു ആർ ഓപ്പൺലി ഡിസ്കസിങ് വിത്ത് ദം എവറിത്തിങ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഐഡിയാസ്, നമുക്ക് ഗ്രോത്തിനുള്ള ഒരു പോസിബിലിറ്റി, ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഓപ്പണായിട്ട് ഇവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും. ചിലപ്പോഴൊക്കെ മിക്കപ്പോഴും ഈ സക്സസ്ഫുൾ ബിസിനസ് പേഴ്സൺസ് അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അവരുടെ ലോവർ ലെവലിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഏതൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കാണാത്തൊരു വേൾഡാണ് അവർ കാണുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് കുറെ പഠിക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് യു ആർ ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. ഞാനിപ്പോൾ നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ കമ്പനിയുടെ സ്ട്രക്ചർ, യു ആർ അപ്രീഷിയേറ്റിംഗ് പീപ്പിൾ, യു ആർ ടേക്കിംഗ് ഫീഡ്ബാക്സ്, യു ആർ ഗിവിങ് ഫീഡ്ബാക്സ് ടു ദം. ഇത് നോട്ട് ഓൺലി ദ കമ്പനിയുടെ ഗ്രോത്ത് മാത്രമല്ല, അവരുടെ ഗ്രോത്തും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ റീസെന്റ് മോൾക്ക് എന്തോ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്നു ഓഫീസിൽ, ഇന്റേൺഷിപ്പ് കൊടുത്തിരുന്നു. Really? What is her age? She is studying in 7th class. 12. Age is 12. Okay. 12 വയസ്സുള്ള കുട്ടിക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് കൊടുത്തു. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണത്? ഓക്കെ, നമ്മൾ പലപ്പോഴും നമ്മളുടെ മക്കൾക്ക്, പ്രത്യേകിച്ചും ന്യൂ ജനറേഷന്, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പലപ്പോഴും അവർക്ക് അറിയില്ല. ഈവൻ ക്യാഷ്, അവർ ഫിസിക്കൽ ക്യാഷ് ടച്ച് ചെയ്യുന്നത് തന്നെ വളരെ കുറവാണ്. അപ്പം നമുക്ക് വിശപ്പറിയും, നമ്മളെ മക്കൾക്ക് എന്താ അറിയില്ല, വിശപ്പറിയില്ല. അവർ കാണുന്നത് രാവിലെ നമ്മൾ എണീറ്റ് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട് ഓഫീസിൽ, ഈവനിങ് തിരിച്ച് വരുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കാർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പലപ്പോഴും അറിയില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് ഏൺ ചെയ്യുന്നത്, എന്താണ് നമ്മളെ ബിസിനസ് ഒന്നും അറിയില്ല. അപ്പോൾ അവർക്കത് എന്താണ് മോളുടെ ഉപ്പൻ്റെ ബിസിനസ് എന്താണ്, രാവിലെ ഇപ്പോൾ നിന്നും പോകുന്നുണ്ടല്ലോ മാറ്റിയിട്ട്, എന്താണ് ഉപ്പ ചെയ്യുന്നത് എന്ന് അവളെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്, പിന്നെ ഈ ഒരു ഏജിൽ തന്നെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എൻ്റെ പിതാവാണ്. അപ്പം നമ്മൾ ആ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ അന്ന് പറഞ്ഞ വാക്കുകളാണ് ഇന്ന് ഈ രീതിയിൽ എത്താനുള്ളൊരു കാരണം. അപ്പം അതിനൊരു പ്രാക്ടിക്കൽ വേർഷൻ, അതായത് നമ്മൾ മകളെ കൊണ്ടുവന്ന് പോകുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പിന്നെ ബിസിനസ്സിനെ കുറിച്ചും അവളുടെ ഡ്രീംസിനെ കുറിച്ചും, പിന്നെ ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ തനിച്ചാകുമ്പോൾ ഫാമിലിയായിട്ട് പോകുമ്പോഴല്ല, അവളെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും പോകുമ്പോഴൊക്കെ അത് സംസാരിക്കും. നോൺസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവളത് റിയലൈസ് ചെയ്യണം. പിന്നെ 7 ദിവസമാണ് സ്കൂൾ വെക്കേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ 7 ദിവസത്തിന് ഞാൻ വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. ആദ്യത്തെ ദിവസം വെൽക്കമിങ്, രണ്ടാമത്തെ ദിവസം കമ്പനീൻ്റെ സ്ട്രക്ചർ പഠിക്കുക എന്നുള്ളത്, മൂന്നാമത്തെ ദിവസം കമ്പനിയുടെ ഫൈനാൻസ്, എങ്ങനെയാണ് അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പിന്നെ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരു 7 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അവളത് നല്ല രീതിയിൽ തന്നെ ചെയ്തു. പിന്നെ പലപ്പോഴും നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് ഒരുപാട് എക്സ്പോഷർ ഉണ്ട്. അയൽവക്കത്ത് വീട്ടിലോട്ട് പോകാം, നാട്ടിലെ കളിസ്ഥലങ്ങളുണ്ട്, അങ്ങോട്ട് പോകാം, അങ്ങാടിയിലോട്ട് പോകാം. ഇവിടെ അതൊക്കെ മിസ്സാവുന്നുണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക്. അപ്പോൾ
അപ്പോൾ കഴിഞ്ഞ വെക്കേഷനൊക്കെ നോക്കുമ്പോൾ അവർ വീട്ടിൽ വളരെ അൺപ്രൊഡക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അവളോട് ഒരു ചാലഞ്ച് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഓഫീസിലോട്ട് താല്പര്യമുണ്ടോ പോരാനും ചോദിച്ചു. അപ്പോൾ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവൾ വന്നു. ഒരാഴ്ച എല്ലാവരോടും നല്ല ടീം മെമ്പറായിട്ട് തന്നെ വർക്ക് ചെയ്തു. അടിപൊളിയായിരുന്നു. അവളുടെ എക്സ്പീരിയൻസ് നല്ല അടിപൊളിയായിരുന്നു. അതിന് ശേഷം അവൾക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് അവൾ ആക്റ്റീവായി എന്നുള്ളതാണ്. അവൾ കുറച്ച് സംസാരിക്കാത്തൊക്കെ ഇൻട്രോവേർട്ടായിട്ട് പോകുന്ന ആളായിരുന്നു. ഇവിടെ വന്നൊരു 7 ദിവസം വർക്ക് ചെയ്തപ്പോൾ തന്നെ പിന്നെ അതിൻ്റെ ഒരു ഉഷാറ് പ്രോഗ്രസ് അവളെ കരിയറിൽ കാണാൻ പറ്റി, ലൈഫിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. ഈവൻ 7 days വർക്ക് ചെയ്ത് പോയിക്കന്നെ. അതൊരു എല്ലാവർക്കും കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡാണ് അലി പറഞ്ഞത്. ദാറ്റ് ആക്ച്വലി നമ്മളുടെ കിഡ്സ് നമ്മുടെ ഹൈറാർക്കിയിൽ വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ബിസിനസ് എംപയർ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ മക്കൾ തുടർന്ന് കൊണ്ടുപോകില്ലയോ എന്നുള്ളത് ഒരു വല്ലാത്ത ചാലഞ്ചിങ് സിറ്റുവേഷനിലാണ് മിക്ക ബിസിനസ് പീപ്പിളും ആക്ച്വലി. ബിക്കോസ് അവരുടെ തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ അവരെ നേർച്ചർ ചെയ്യുന്നത് ഇങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞാൻ അവർക്ക് അറിയൂല ഉപ്പാര് അല്ലെങ്കിൽ ഫാദേഴ്സ് പേരൻസ് എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയൂല. അവർ ജസ്റ്റ് അവർ വന്ന് അത് ഫീൽ ചെയ്യുമ്പോഴാണ്, ആ ടച്ച് ആൻഡ് ഫീൽ എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, അത് അനുഭവിക്കുമ്പോഴാണ് അവർക്ക്, അതാണ് റിയൽ റിയാലിറ്റി ആക്ച്വലി. അതിൽ അലി ചെയ്യുന്നതെന്ന് വെച്ചാൽ, അലി ഉമ്മയെ കൊണ്ടുവന്ന് റിബൺ കട്ട് ചെയ്തിട്ട് ബിസിനസ് തുടങ്ങുന്നു. മോളെ കൊണ്ടുവന്നിട്ട്, അതായത് ദ ജനറേഷൻസ് യു സി ആക്ച്വലി നമ്മുടെ മുന്നേ ഉള്ള ജനറേഷൻ ആൻഡ് അലി എന്ന് പറയുന്നത് കറന്റ് ജനറേഷൻ ആൻഡ് ദ നെക്സ്റ്റ് ജനറേഷനെ കൊണ്ടുവന്നിട്ട് ബിസിനസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ആ ഒരു മിക്സ് മാച്ച് ഉണ്ടല്ലോ, അതെനിക്ക് വല്ലാതെ അമേസ്ഡ് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നല്ല ഒന്നുകൂടെ വിശദീകരിക്കാമോ? ദാറ്റ് ആക്ച്വലി വി ആർ ഗെറ്റിംഗ് ദ ബ്ലെസ്സിങ് ഫ്രം അവർ പാരൻസ് ആൻഡ് യു ആർ ഡൂയിങ് ദ ബിസിനസ് ആൻഡ് യു ഗോട്ട് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് യു ആർ ക്രിയേറ്റിംഗ് ദ പീപ്പിൾ, ക്രിയേറ്റിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ ഓൾസോ. ഹൗ ഡു യു ഡു ദാറ്റ് ആക്ച്വലി? എങ്ങനെയാണ് കോറിലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? പിന്നെ നമ്മളൊക്കെ നമ്മളുടെ ലൈഫിൽ ഒരു റുട്ടീൻ്റെ ഭാഗമാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു റുട്ടീൻ ഉണ്ടാവും, അത് ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് നമ്മളെ പറ്റി ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. നമ്മൾ രാവിലെ ആവുന്നു, എഴുന്നേൽക്കുന്നു, കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, ഓഫീസിലോട്ട് പോരുന്നു, ഓഫീസിലെത്തിയാൽ ഓഫീസിലെ കാര്യങ്ങൾ ബിസി ആയിരിക്കും, തിരിച്ച് വീട്ടിലെത്തുന്നു, വീട്ടിലത്തെ കാര്യങ്ങൾ ബിസി ആവും. ഡെയിലി റുട്ടീന് ഇത് എല്ലാവരും ഫോളോ ചെയ്യുന്നു. ബട്ട് ആ ഒരു സമയത്ത് സെൽഫ് തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ പറ്റി ആലോചിക്കാനോ നമ്മൾ പലപ്പോഴും സമയം കണ്ടെത്താറില്ല. ഞാൻ പിന്നെ ഇത് കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, മിനിമം ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളെ പറ്റി ചിന്തിക്കാനുള്ളൊരു സമയം കണ്ടെത്തണം. അങ്ങനെ ഫോണെല്ലാം ഒഴിവാക്കിയിട്ട് കണക്ടിവിറ്റി എല്ലാം ഒഴിവാക്കിയിട്ട് ഇരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ വരും. എന്തെങ്കിലും സംതിങ് ന്യൂ ചെയ്യണം എന്നുള്ളത് ഐഡിയാസ് വരും. അത് നമ്മൾ ആ തോട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മളത് ജോട്ട് ഡൗൺ ചെയ്യണം, നോട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ അതിൽ ആക്ഷൻ എടുക്കുക എന്നുള്ളത് നെക്സ്റ്റ് ആക്ഷൻ എടുക്കുക എന്നുള്ളത്. പിന്നെ വേറെ ഒന്നും നോക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ആക്ഷൻ എടുക്കാൻ വൈകുന്നതെന്ന് വെച്ചാൽ ഞാൻ അത് ഉണ്ടായാലേ ചെയ്യുള്ളൂ, ഇതുണ്ടായാലേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്നുള്ളതാണ്. ഒരിക്കലും ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്, ദെൻ നമുക്കത് ഇമ്പ്രൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പെർഫെക്ഷൻ ലെവലിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ സെൽഫായിട്ട് ചിന്തിക്കാനുള്ളൊരു സമയം കണ്ടെത്തുക. അത്തരം സമയങ്ങളിലാണ് ഇതുപോലെ ആശയങ്ങളും പല കാര്യങ്ങളും നമുക്ക് വരിക. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത് ലേറ്റർ ഓൺ വലിയൊരു റിസൾട്ടിലേക്ക് എന്ത് ചെയ്യും, കൊണ്ടുവരും. Very good note. So guys, note down reflection, everyday reflection, everyday journaling. That means actually whatever you reflected, you journal it, you write it down somewhere, and that will create your ideas. That will make you towards your growth. Thank you for the note. ഇത് ഞാനൊന്ന് സമ്മറൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്ട്രക്ചറിന് അലിയുടെ സ്ട്രക്ചേഴ്സ് ഒരുപാട് നമുക്ക് കോപ്പി ചെയ്യേണ്ട സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡീപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ആക്ച്വലി അലി പറഞ്ഞു, ആക്ച്വലി ഇവിടെ വന്നത് ഒരു ടൈപ്പിസ്റ്റായിട്ട് ഒരു ജോലിക്ക് വേണ്ടി വരുന്നു, 2 വർഷം വർക്ക് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് വിത്തിൻ ദാറ്റ് 10 years യു ഡെവലപ്പ് ലൈക്ക് എനിത്തിങ്. ദാറ്റ് ആക്ച്വലി യു ഗോട്ട് ഓൾമോസ്റ്റ് 10+ entities are there and you are present in different countries like India, Saudi, UAE, wherever it may be. ഇതൊക്കെ ചെയ്യുമ്പോൾ you are setting a goal for the business, the growth, or you are setting to create the environment. എന്താണ് അലി ഇപ്പം നമ്മൾ UAE പോയി തുടങ്ങുന്നു എന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മുടെ ബിസിനസ് ആകുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും, സ്ട്രക്ചർ ഉണ്ടാവും, നമ്മുടെ പ്രോഫിറ്റ് മറ്റേ എങ്ങനെയാണ് നമ്മുടെ ഗ്രോ ചെയ്യേണ്ടത്, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്തിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്? നിങ്ങളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണോ, അതോ യു ആർ ഗോയിങ് ടു മേക്ക് ദ പ്രോഫിറ്റ്? ഓക്കെ, പണം ഉണ്ടാക്കലല്ല എൻ്റെ ലക്ഷ്യം. നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിന് കിട്ടുന്ന റിവാർഡാണ്
അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് പണം എന്ന് പറയുന്ന സാധനം. ബൈ പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ് പണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ബിസിനസ് തുടങ്ങുമ്പോഴും എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇതുകൊണ്ട് എത്ര ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും, പുതിയ ഓപ്പർച്യൂണിറ്റി, ആർക്കൊക്കെ ജോലി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ ആർക്കെങ്കിലും ഇതുകൊണ്ടൊരു ഒരു പർട്ടിക്കുലർ ഒരു ഉപകാരം ഉണ്ടാകണം എന്നുള്ളതാണ് ഫസ്റ്റ് തോട്ട്. ഇപ്പോൾ ഇപ്പം ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത്, എൻ്റെ ഓഫീസിൽ ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെ കൊണ്ടുവന്നിരുന്നു ഖത്തറിലോട്ട്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നൊരു കസ്റ്റമർ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെപ്പോലെ ഒരാളെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചത് എങ്ങനെ അടുത്ത ആൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനപ്പം തന്നെ വിളിച്ച് സംസാരിച്ച് എൻ്റെ ഫ്രണ്ടിനെ എന്ത് ചെയ്തു, ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ എന്തൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴും ഞാനത് ചിന്തിക്കുക എങ്ങനെ ഇത് അടുത്ത ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബേസിലാണ് ഇന്ന് പ്രൊഫഷണൽ ബിസിനസ് ഗ്രൂപ്പും അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ തുടങ്ങിയ ക്യാൻബീസ് കൺസൾട്ടിങ്. പലപ്പോഴും ബിസിനസ്സുകാർ ബിസിനസ് തുടങ്ങുന്നത് അവരുടെ എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ പേരിലായിരിക്കും. മേ ബി 2 വർഷം വർക്ക് ചെയ്ത ആ എക്സ്പീരിയൻസിൻ്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എല്ലാവരുടെ ഉള്ളിലുള്ളതാണ് ഒരു ബിസിനസ്സുകാരനാവണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷനിലായിരിക്കും, അല്ലെങ്കിൽ നല്ല വീട് എടുക്കണം, അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം, ഇങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിൻ്റെ പേരിലായിരിക്കും. പക്ഷെ അവർ തുടങ്ങുന്നു, അവരെന്ത് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ തുടങ്ങുന്നത് ആ ആഗ്രഹം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബ്ലാങ്കാണ്, അവർക്ക് പിന്നെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 3 വർഷം കഴിയുമ്പോൾ പല ബിസിനസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4000-ഓളം കമ്പനികൾ നമ്മളോട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു 3 ഇയേഴ്സ് കഴിയുന്ന സമയത്ത് അവർക്കൊരു ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ പല ആളുകളും എന്നോട് പേഴ്സണലി അറിയുന്ന ആളുകൾ ദേ ആർ ആസ്കിങ് മീ, നിങ്ങൾ എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് സിസ്റ്റം ഇടുന്നത്, ഇപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഫാമിലിൻ്റെ കൂടെ ചിലവഴിക്കാൻ സമയം സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ ടീമിനുണ്ടാക്കി, സിസ്റ്റം ബിൽഡ് ചെയ്തു, പിന്നെ പഠിച്ചു, ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അപ്പം എങ്ങനെ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ഞങ്ങൾ പുതിയൊരു കൺസൾട്ടിങ് എന്നിട്ടൊരു ക്യാൻബീസ് കൺസൾട്ടിങ് എന്നിട്ട് ഫേം തുടങ്ങി. ഇന്ന് ഞങ്ങൾ ഖത്തറിൽ ബിസിനസ് തുടങ്ങിയ ആളുകളെ സിസ്റ്റം ഇടാനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം ഇടാനും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊരു കാര്യം വരുമ്പോഴും അതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തും. ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ടേക്ക് ആക്ഷൻ, ചെറുതായിട്ട് എന്ത് ചെയ്യുക, ആക്ഷൻ എടുക്കുക. ഇറ്റ് വിൽ ബ്രിങ്, നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു റിസൾട്ട് തന്നെ ഉണ്ടാക്കും. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് എന്ത് ഉപകാരം കിട്ടുന്ന ആലോചിച്ചാൽ മതി. മറ്റൊരാളുടെ എന്ത് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ബിസിനസ്. ദാറ്റ്സ് വാട്ട് ഐ ടേക്ക് ദറ്റ് നോട്ട്. ആക്ച്വലി മണി ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് വാട്ട് എവർ യു ആർ ഡൂയിങ്. അതാണ് പറഞ്ഞത്, നിങ്ങൾ സ്നേഹം കൊണ്ട് പടുത്തുയർത്തിയ ഒരു സ്ഥാപനം തന്നെയാണ് ഇത്, ഓഫ് കോഴ്സ്. Okay, as you said, actually growth mindset, you got a growth mindset and you're giving to everybody, those who are meeting you. You even actually എനിക്ക് പോലും അല്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് പെർട്ടിക്കുലർ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് വരണം. അപ്പം ഈ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഓരോ ഗോളും സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ലൈക്ക് ആക്ച്വലി എവറി ഇയർ യു സെറ്റ് ദ ഗോൾ ഓർ യു ഗോട്ട് എ ലോങ് വിഷൻ. ഹൗ ഡസ് യു പ്രിപ്പയർ ഫോർ യുവർ സെൽഫ്? എങ്ങനെയാണത്? ഓക്കെ, നമുക്ക് ഗ്രോത്ത് നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾസ് ഉണ്ടാവണം. ഗോൾസ് ഉണ്ടാവണം. അപ്പം ഞാൻ ഗോൾസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഷോർട്ട് ടേം ആയിരിക്കും. ഒരു വർഷത്തേക്ക് നമുക്ക് നേടാനുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് ഗോള്. അപ്പോൾ അതൊരു 5 വർഷത്തേക്കായിട്ട് കാണുമ്പോൾ, ലോങ് ടേമിൽ കാണുമ്പോൾ നമുക്കതിന് വിഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത് വിഷനാണ്. ആ വിഷൻ അനുസരിച്ചായിരിക്കണം നമ്മൾ ഗോള് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ വായിച്ചിട്ടുണ്ട്, നമ്മൾ മരണം നമുക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ആ മരിക്കുമ്പോൾ നമ്മളെ ചരമകോളത്തിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ടാകും ഇപ്പം കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 10 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് നമ്മൾ അപ്പുറത്തേക്ക് നോക്കി കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ക്ലാരിറ്റി വരും, ഇന്ന് ഈ വർഷം 2026 നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 5 വർഷത്തേക്കുള്ള പ്ലാന് നമ്മളുടെ മനസ്സിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് അതിനനുസരിച്ച് നമ്മൾ എഴുതി തയ്യാറാക്കുന്നു. എഴുതി വെക്കണം, നമ്മൾ ജസ്റ്റ് എഴുതി വെക്കണം. അത് ഡയറി എടുത്തിട്ട് തന്നെ എഴുതി വെക്കണം. ഡയറി നോട്ട് എന്തെങ്കിലും എടുത്ത് എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് നമുക്ക് ക്ലാരിറ്റി വരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഈ വർഷം എന്ത് ചെയ്യണം. അപ്പോൾ ഈ വർഷത്തെ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അടുത്ത വർഷത്തേക്കുള്ളതും നെക്സ്റ്റ് ഇയേഴ്സിനുള്ളതും അങ്ങനെ 2025 നമുക്ക് മോർ ക്ലാരിറ്റി കിട്ടും. ആ വിഷനിൽ ചെറിയ ചെറിയ എഡിറ്റിംഗ് ആവശ്യം ഉണ്ടാവുള്ളൂ. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എന്താ പറ്റും, ഒരു 30% നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ അത് ഇൻറ്റൻഷനലി വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഗോൾ ഉണ്ടായാൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫോക്കസ്ഫുള്ളി വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 60 to 70% നമുക്ക്
അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ പ്രൂവൺ ട്രൂത്ത് ആക്ച്വലി ഫ്രം മൈ ലൈഫ് എക്സ്പീരിയൻസ്. ഓരോ വർഷം നമ്മൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ദ ഗോൾ ഓൺലി. Great. That's a note. So you set for a long distance goal. Accordingly, you are setting your every year goal. അതായത് ഷോർട്ട് ടേം ആയിട്ട് ഗോൾസ്, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. ഒരു 1-2 സെന്റൻസിൽ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് സെറ്റിംഗ് ദ ഗോൾ ഇൻ ദിയർ ലൈഫ്? ബിക്കോസ് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ഇങ്ങനെ കാറ്റത്തിട്ട പട്ടം പോലെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം അവരുടെ കയ്യിലുണ്ട്. എവറിത്തിങ് ഈസ് ദർ ആക്ച്വലി. നമ്മൾ സ്ട്രഗിൾ ചെയ്തൊരു ലൈഫ് സ്റ്റൈൽ അല്ല അവർ പിന്തുടരുന്നത്. എവറിത്തിങ് ഈസ് ദർ ആക്ച്വലി. വി ആർ പ്രൊവൈഡിങ് ടു ദം. സോ ഇവർക്ക് അതുകൊണ്ട് തന്നെ ദേ ആർ കുമ്പാറ്റകളാണ്, ബട്ടർഫ്ലൈസ് ആണ്. സോ അവർക്കൊരു what you have to give ഒരു അഡ്വൈസ് അല്ല, എങ്ങനെയാണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റും അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ് മൈൻഡ് സെറ്റിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയും? ഓക്കെ, മക്കളെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. മക്കളോട് നമ്മൾ സംസാരിക്കണം. അവരോട് ഇടയ്ക്ക് നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ ചോദിക്കണം, മോനെ എന്താണ് നിനക്കാവേണ്ടത്, അടുത്തൊരു വർഷമൊക്കെ ആകുമ്പോൾ എന്താണ് നിൻ്റെ ഡ്രീം, അല്ലെങ്കിൽ നിനക്ക് എന്താവണം എന്നാണ് ആഗ്രഹം. അത് നമ്മളെ അവരോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആൻസർ ആയിരിക്കും പറയാം. പക്ഷെ ആ ചോദ്യം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കും, അവരറിയാതെ എടുക്കും. അപ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യണം, അവരോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ദേ വിൽ തിങ്ക്, ഓൺ ഡേ ദേ വിൽ തിങ്ക്. അവർ അതിൻ്റെ ഒരു ആക്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും വരും. അപ്പോൾ മക്കളോടത് ചോദിക്കുക എന്നുള്ളതാണ്. രക്ഷിതാക്കൾ അത് നിർബന്ധമായിട്ടും ചോദിക്കണം. എന്താണ് നിനക്കാവേണ്ടത്, എന്താണ് നീ ആരാവും എന്നുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഫ്ലോ പോയി. രണ്ടാമെന്ന് വെച്ചാൽ ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എങ്ങനെ നമുക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ നമ്മളെ മക്കളോട് നമ്മൾ പിന്നെ അവരെ കൂടെ തനിച്ചാവുന്ന സമയത്ത് അവരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ നിർബന്ധമായിട്ട് സമയം കണ്ടെത്തണം. വിത്തൗട്ട് മൊബൈൽ, വിത്തൗട്ട് എനി കണക്ടിവിറ്റി. അവരുടെ കൂടെ ഇരുന്നിട്ട് കളിക്കാനും സംസാരിക്കാനും. ആ സംസാരത്തിനിടയിൽ നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവരെ ഫോഴ്സ്ഫുള്ളി അല്ലാതെ ഇത്തരം ടോക്കുകളിലൂടെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അവർ പോലും അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു. അപ്പം ഞാനത് എൻ്റെ മക്കളോടും എന്ത് ചെയ്യാറുണ്ട്, പിന്നെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നതിലേറെ ഞാൻ ഡ്രീമിനെ കുറിച്ചിട്ടും വിഷനെ കുറിച്ചിട്ടും ബിസിനസ്സിനെ കുറിച്ചിട്ടൊക്കെ അവരറിയാതായിരിക്കും സംസാരിക്കുക, ഫോഴ്സ്ഫുള്ളി അല്ലാതെ. അപ്പോൾ അത് പലപ്പോഴും അവരുടെ പിന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. That's a great note actually. See, be with the people, be with the kids. That is a wonderful thing. എന്നാൽ മാത്രമേ നമുക്ക് അവരെക്കുറിച്ച് മനസ്സിലാക്കാനും ഒപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയുള്ളൂ. പറഞ്ഞു കൊടുക്കാനല്ല, ലൈക്ക് ആക്ച്വലി ഷെയർ ചെയ്യാനും കഴിയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു നോട്ട്. ആൻഡ് അലി, ഈ ഒരു ജീവിത യാത്രയിൽ നിങ്ങൾ ശരിക്കും ഫാമിലിൻ്റെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഫാമിലിനെ കുറിച്ചൊന്നും പറയാമോ? എത്ര കുട്ടികളാണ്, എങ്ങനെയൊക്കെയാണ് ഫാമിലി? പിന്നെ ഒരു വൈഫുള്ളൂ, പിന്നെ 3 മക്കളാണ്. ഫാത്തിമ 7th പഠിക്കുന്നു, പിന്നെ മുഹമ്മദ് 3rd പഠിക്കുന്നു, പിന്നെ ചെറുത് ആയിഷ KG 2 ഇവിടെ ഖത്തറിൽ. പിന്നെ മൂത്താൾ പഠിക്കുന്ന MES സ്കൂളിലും, മറ്റു 2 പേരും ലോയല ഇൻ്റർനാഷണൽ സ്കൂളിലും. വൈഫ് ഹൗസ് വൈഫാണ്. എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ എല്ലാ പ്രയാസങ്ങളിലും എൻ്റെ എല്ലാ സന്തോഷങ്ങളിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. That's very nice. A nice family and a nice business empire he built actually. And he is a multipreneur. ആ വേർഡിനെ കുറിച്ച് എനിക്കൊന്ന് ചോദിക്കാൻ, ഹൗ ഡു യു സെലക്ട് ദാറ്റ് മൾട്ടിപ്രന്യൂർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് കിട്ടിയത്? മൾട്ടിപ്രന്യൂർ ഞാൻ പിന്നെ ഓൺടർപ്രൂണറാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കൽ. അപ്പോൾ ഞാൻ പല ബിസിനസ് തുടങ്ങുന്നതും പല ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ്. അപ്പോൾ അതിനൊരു എല്ലാം കൂടെ പറയാൻ പറ്റുന്ന ഒരു വേർഡ് വേണം എന്നുള്ളത് കണ്ടു. പിന്നെ അപ്പോൾ ഞാൻ അവിടെ ഒരു ആർട്ടിക്കിൾ വായിച്ചത് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ അത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അതിനൊരു ബ്രാൻഡ് നെയിം ആക്കിയിട്ടിട്ടു, മൾട്ടിപ്രൂണർ എന്ന് പറഞ്ഞിട്ട്. സോ അടിമുടി ഒരു ഫാമിലി മനുഷ്യനും അടിമുടി ഒരു ബിസിനസ് മനുഷ്യനുമായ അലി ഹസൻ, താങ്ക് യു വെരി മച്ച് ഫോർ ഷെയറിങ് ഓൾ ദ തിങ്സ്. ആക്ച്വലി ദർ ആർ സോ മെനി തിങ്സ് എനിക്കും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, എൻ്റെ ആൾക്കാർക്കും പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മോഡൽ ചെയ്യാനുണ്ട് അലിയുടെ അടുത്ത് നിന്ന്, അതുപോലെ തന്നെ നിങ്ങൾക്കും അലിയുടെ അടുത്ത് നിന്ന്. He is not only a businessman, he is a human lover actually. He built this empire with love. താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷം രാജു സാറിൻ്റെ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. അപ്പോൾ
ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഏതായാലും എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ മേ ബി ഉണ്ടാവാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു ഓൾ. ഓക്കെ.